നിവുവിൻ്റെ ഈ ഡാൻസിൻ്റെ പിന്നിലെ കഥ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ ജൂൺ 4 ബുധനാഴ്ച മോൻ നഴ്സറി പോയി തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ അവരെക്കാളും നല്ല ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് മോൻ്റെ സ്കൂളിലോട്ടാണ്. അവിടെ പോയിട്ട് യൂണിഫോം, ബാഗ്, ബുക്കൊക്കെ കളക്ട് ചെയ്യണം. ശരിക്കും ഇവൻ നഴ്സറിയിലാണല്ലോ പോണത്, 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു, പ്രത്യേകിച്ച് പഠിപ്പിക്കുകയൊന്നും ഇല്ലയെന്ന്. അവിടെ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സ്വന്തമായിട്ട് ബുക്കും ബാഗും കിട്ടിയതിൻ്റെ ഡാൻസ് കളിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ പോയപ്പോൾ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ചാൽ 16 ബുക്കാണ് അവർ 3 ടേമായിട്ട് തന്നിട്ടുള്ളത്. ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇത്രയും ബുക്കോ, അതും 2 ജോഡി യൂണിഫോം. 2 ജോഡി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിൽ 4 സെറ്റ് യൂണിഫോം അവർ തന്നിട്ടുണ്ടായിരുന്നു. ബുക്ക് കിട്ടിയ സന്തോഷത്തിൽ വന്ന സമയം മുതൽ അവൻ ഒരാളെയും കൊണ്ടും കൈയോട് തൊടാൻ വിട്ടിട്ടില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ബാഗിലോട്ട് ഞാനത് വെപ്പിച്ചു. അവൻ ഓരോരുത്തർക്കും ഇത്ര ബുക്കെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കവർ ബൈൻഡ് വെച്ച് കവർ ചെയ്തിട്ട് നെയിം സ്ലിപ്പ് ഒട്ടിക്കണമെന്ന്. ഞാനിതൊക്കെ കേട്ടപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു LKG ഒക്കെ ആകുമ്പോഴേ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ പോയി ഇവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ബാഗിൻ്റെ സെക്ഷൻ കൂടെ ജസ്റ്റ് നോക്കി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂളിൽ പോണ സമയത്ത് കുഞ്ഞിന് ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തെ ബാഗ് കൊടുക്കണമെന്ന്. പക്ഷേ ഇവിടെ അവർ ബാഗൊക്കെ തരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വെറുതെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ബാഗ് നല്ല ക്യൂട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുക്കർ പോയതുകൊണ്ട് ഒരു കുക്കറും കൂടി എടുത്തു. നമ്മുടെ കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നില്ലേ. ഇനിയിപ്പോൾ ഇത്രയും കാലം എൻ്റെ പിന്നാലെ നടന്നവൻ നാളെ മുതൽ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി ഇരിക്കണം. എന്താവോ എന്തോ. അങ്ങനെ ഞാൻ കുക്കറും പിടിച്ച് വരുന്ന സമയത്ത് പാർക്കിങ്ങിൽ നിന്ന് ഒരാളുടെ ദേഹത്ത് അറിയാതെ എൻ്റെ ഒരു പെട്ട് തട്ടിപ്പോയി. ഭാഗ്യത്തിന് ചീത്ത പറയാതെ ഒരു സോറിയിൽ ഞാനത് ഒതുക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.